വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാനുള്ള അന്തർ സംസ്ഥാന യോഗം ബന്ദിപ്പൂരിൽ ആരംഭിച്ചു. വനാതിർത്തിയോട് ചേർന്ന് ജനവാസ മേഖലകളിലെ വന്യജീവികളുടെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് സംയുക്ത കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാന അജണ്ട. കേരളത്തിൽ നിന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ 15-അംഗ സംഘമാണ് പങ്കെടുക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? കേരളത്തിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? വേണു, ബന്ദിപ്പൂരിലെ വനംവകുപ്പിന്റെ ആസ്ഥാനത്താണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം നടക്കുന്നത്. കർണാടക വനമന്ത്രിയായിട്ടുള്ള ഈശ്വർ ഖാണ്ഡ്രെ, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ വനമന്ത്രിയായിട്ടുള്ള മതിവന്ദൻ, ഒപ്പം കേരളത്തിന്റെ വനമന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂടിയാലോചന നടക്കുന്നത്. ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന വനംവകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. 15-അംഗ സംഘമാണ് ബന്ദിപ്പൂരിൽ എത്തിയിട്ടുള്ളത്. യോഗം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനമായ ചർച്ച വരിക നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള വനമേഖല നാഗർഹോളെ, അതോടൊപ്പം തന്നെ വയനാട് വന്യജീവി സങ്കേതം, ബന്ദിപ്പൂർ വനമേഖല ഉൾപ്പെടെയുള്ള നീലഗിരിയുടെ ഭാഗമായ മറ്റ് വനമേഖല, ഇതെല്ലാം തന്നെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ്. 3 സംസ്ഥാനങ്ങളും അതിർത്തി പങ്കിടുന്ന പ്രദേശമായതിനാൽ തന്നെ പലപ്പോഴും അതൊരു അന്തർ സംസ്ഥാന വിഷയമായി മാറുന്ന ഘട്ടത്തിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ബേലൂർ മഖന ഉൾപ്പെടെയുള്ള കൊമ്പൻ, തണ്ണീർക്കൊമ്പൻ അടക്കം വന്നത് കർണാടക വനമേഖലയിൽ നിന്നാണ്. കർണാടകയുടെ റേഡിയോ കോഡർ ഘടിപ്പിച്ച ആനകളാണ്. അത്തരത്തിൽ ആനകൾ മാത്രമല്ല, പലപ്പോഴും കോൺഫ്ലിക്റ്റ് ആനിമൽസായി പിടികൂടുന്ന വന്യമൃഗങ്ങളെ പലപ്പോഴും കർണാടക കേരളത്തിൻ്റെ അതിർത്തിയിൽ തുറന്നു വിടുന്നത് ഉൾപ്പെടെയുള്ള പരാതികൾ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു നയം രൂപീകരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന വിഷയമായതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ വനം നയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത്. ഇതിനു വേണ്ടി ഒരു സമിതിക്ക് രൂപം നൽകാനും അതിൻ്റെ കൂടിയാലോചനകൾക്ക് ഒരാൾക്ക് കൃത്യമായ രീതിയിൽ ചാർജ് നൽകാനും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും കേരളം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഒരു കൃത്യമായൊരു അറിയിപ്പ് ലഭ്യമാക്കണം എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ തുറന്നു വിടുന്ന ഘട്ടത്തിൽ പലപ്പോഴും പല മൃഗങ്ങളും ഈ അതിർത്തി കടന്ന് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നാട്ടിലിറങ്ങുന്നത് വഴി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ വയനാടിൻ്റെ വനമേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഈ ബേലൂർ മഖനയുടെ സംഭവവും അതോടൊപ്പം തന്നെ തണ്ണീർക്കൊമ്പൻ്റെ സംഭവവും ഉണ്ടായത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം മൃഗങ്ങളെ തുറന്നു വിടുമ്പോൾ അത് കൃത്യമായ രീതിയിലുള്ള അറിയിപ്പ് സംസ്ഥാനത്തിൽ ലഭിക്കണമെന്നുള്ള ആവശ്യമാകും പ്രധാനമായും കേരളം ഉന്നയിക്കുക. എന്തായാലും യോഗം തുടങ്ങിക്കഴിഞ്ഞു. യോഗത്തിന് ശേഷം വനം മന്ത്രി മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അദ്ദേഹം അറിയിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, വനം മന്ത്രിമാരുടെ യോഗം ബന്ദിപ്പൂരിൽ പുരോഗമിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.